ഇന്നൊരു ഉച്ചരയായപ്പോൾ കണ്ട ന്യൂസാണ്. ചെകുത്താന് മർദ്ദനമേറ്റിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് നടന്നതാണെന്നാണ് പറയുന്നത്. മോഹൻലാൽ ഫാൻസ്, നീ മോഹൻലാലിനെ പറയോടാ, നീ മോഹൻലാലിൻ്റെ ഫാൻസിനെ പറയോടാ എന്നൊക്കെ പറഞ്ഞ് ചെകുത്താനെ പിടിച്ചടിച്ചു എന്നുള്ളതാണ് ചെകുത്താൻ പറയുന്നത്. താടിയിൽ എന്തോ പറ്റി, ഭീകരമായ ഗുരുതരമായ കുറേ ശാരീരികമായ മർദ്ദനമേറ്റ പ്രശ്നങ്ങളുണ്ട് ദേഹത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങേരുടെ ഈ ഒരു ന്യൂസ് പുറത്തു വരുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, മോഹൻലാലിനെ പറഞ്ഞതിന് ഫാൻസ് പിടിച്ചടിക്കാനാണെങ്കിൽ ചെകുത്താൻ കുറച്ച് കാലം മുന്നേ തന്നെ അത് കിട്ടേണ്ടതാണ്. അപ്പം മോഹൻലാൽ ഫാൻസ് അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് ചെകുത്താന് വേറെ എങ്ങനെയോ കിട്ടിയൊരു വള്ളിയാണ്. അപ്പോൾ ചെകുത്താനെ തല്ലിയിട്ട് ഈസി ആയിട്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഐറ്റം എന്താ? നേരെ പിടിച്ച് മോഹൻലാൽ ഫാൻസിൻ്റെ തലയിലിടുക. കാരണം കുറേ വർഷങ്ങളായിട്ട് മോഹൻലാലിനെ വിടാതെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ബുള്ളി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മോഹൻലാൽ ഫാൻസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് ആടാ എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കാൻ വലിയ പാടൊന്നുമില്ല. ചെകുത്താനെ പിടിച്ച് 2 പൊട്ടിച്ചിട്ട് നീ ലാലേട്ടൻ പറയടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെകുത്താൻ നാളെ മീഡിയന് മുന്നിൽ ഇപ്പം വന്ന് പറഞ്ഞ പോലെ ഇവർ മോഹൻലാൽ ഫാൻസ് ആണോ എന്നുള്ളൊരു സംശയമൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ എന്താണെങ്കിൽ ന്യൂസ് നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. 5 അംഗ സംഘമാണ് ആക്രമിച്ചതെന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. പക്ഷേ ഇതുവരെ അവരെ കണ്ടെത്താൻ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. തട്ടുകടയിൽ വെച്ച് ഈ അജു അലക്സ്, ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ, ഒപ്പം തന്നെ സുഹൃത്തും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാറിലെത്തിയ സംഘം ആക്രമിക്കുന്നത്. ഇവർ ഇന്നലെയാണ് ഈ അജു അലക്സ് മറ്റൊരു വീഡിയോ, മോഹൻലാലിന്റെ സിനിമ ദൃശ്യം 3 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ വിട്ടിരുന്നു. അതിൽ മോഹൻലാലിനെ ഫാൻസിനൊക്കെ തന്നെ വലിയ രീതിയിൽ മോശം പരാമർശമൊക്കെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചാണ് ഈ 5 അംഗ സംഘം ആക്രമണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ ഈ അജു അലക്സിന്റെ നെഞ്ചിനുൾപ്പെടെ പരിക്കേറ്റു എന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെ ചികിത്സയിരിക്കെ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആശുപത്രിയിൽ പിന്തുടർന്നെത്തിയുള്ള ആക്രമണത്തിൽ ഇയാളുടെ താടിയലിനും ഈ അജു അലക്സിന് താടിയലിനും പരിക്കേറ്റു എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് വിഷയത്തിൽ കളമശ്ശേരി പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ 5 പേരെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 5 പേർ എത്തിയ വാഹന നമ്പർ ഉൾപ്പെടെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ അജു അലക്സ് നൽകിയതനുസരിച്ച് വാഹന നമ്പർ ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ശ്രമിക്കുകയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ മോഹൻലാലിനൊപ്പം തന്നെ ഫാൻസിനെ അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സംഘം ആക്രമണം നടത്തിയത്. അവർ വാഹനത്തിൽ വന്നിറങ്ങുമ്പോഴാണ് കാണുന്നത്. മറ്റേ മുൻവൈരാഗ്യമൊന്നുമല്ല, വന്നിറങ്ങുമ്പോൾ കാണുന്നു. കണ്ടപാടെ ചെകുത്താനാണ് തിരിച്ചറിഞ്ഞ ആൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് FIR-ൽ നിന്നും മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂസ് വന്നതായിട്ട് നമ്മൾ അറിവിലേക്ക് ആദ്യം പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാൽ ഫാൻസിന് ചെകുത്താനെ ആക്രമിച്ച് മർദ്ദിച്ച് അവശനാക്കാനാണെന്നുണ്ടെങ്കിൽ അത് അവർ ആദ്യം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊരു മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ വീഡിയോ ഇട്ടത് കൊണ്ട് ചെകുത്താന് മർദ്ദനം കിട്ടി എന്നുള്ള ആംഗിൾ എനിക്ക് പേഴ്സണലി അങ്ങനെയല്ല തോന്നുന്നത്. മേ ബി ഈ അടുത്ത് രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയത് കൊണ്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ഉള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അപ്പോൾ ഞാനാണെങ്കിൽ പോലും പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് വണ്ടിയിലാണ്, ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വേറൊരു സ്ഥലത്താണ്, ഈവൻ നമ്മുടെ നാട്ടിലല്ല കേട്ടോ, പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിലൊക്കെ ചില ആൾക്കാരുണ്ട്, ഇവർ മദ്യം അടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വലിച്ച് കയറ്റിയിട്ടൊക്കെ വന്നിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞ് ഒരുമാതിരി ചൊറി മൂഡിൽ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചൊറി മൂഡിൽ വന്ന ഏതെങ്കിലും ഒരുത്തൻ ചുമ്മാ കണ്ടപ്പോൾ ചൊറി തോന്നി, അപ്പം അങ്ങോട്ട് തട്ടിക്കയറി, പിന്നെ അത് അടിയായി, ഈ മൂഡിക്ക് പോയതും ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെ ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അല്ലാതെ ലാലേട്ടൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ദൃശ്യം 3ൻ്റെ വീഡിയോ ഇപ്പോഴൊന്നും അല്ല ഈ ചങ്ങായി ഇട്ടിട്ടുള്ളത്. ഇയാൾക്ക് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഒരു കാര്യവും കാരണവും ഇല്ലാതെ മോഹൻലാലിനെ കയറി ചൊറി. ഒരു കേസ് ഒന്നും ഓർമ്മ ഉണ്ടല്ലോ, കുറച്ച് മുമ്പ് മോഹൻലാലിനെ മറ്റേ വയനാട് പോയ സീനിൽ വീഡിയോ ഇട്ടിട്ട് പിടിച്ചകത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് മറ്റേ ഇതൊക്കെ പിടിച്ചിങ്ങനെ നിന്നിരുന്നു കുറേ കാലം. പിന്നെ അതിൻ്റെ പിന്നാലെ പോയി. മോഹൻലാലിനോട് എന്തുകൊണ്ടോ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ട്. അതിലുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ചില വീഡിയോ കാണുന്ന സമയത്ത് ഇവന് കണ്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൂഡും വരാറുണ്ട്. കാരണം അങ്ങനെ പറയൂടെ, എത്ര എക്സ്ട്രീം അടിക്കും ചങ്ങായി, മനസ്സിലായി? മോഹൻലാലിന് മാത്രം വെച്ച് അത്രയും എക്സ്ട്രീം വർത്താനം പറഞ്ഞു കളി. ഓക്കെ, അപ്പം ലാലേട്ടനോടുള്ള നമുക്ക് എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഈ തൂഫാൻ്റെ ഇതിന് അങ്ങനെ പിടിച്ച് അംബാസിഡർ ആക്കിയതിലൊക്കെ എന്തിന് എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചെകുത്താൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനത്തെ ഒരു തോന്നലൊക്കെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ലാലേട്ടനാണെന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ആ നടനെ ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ ടാലൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഹീസ് എ ലെജൻഡ്. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുക, ചെയ്ത ചില കഥാപാത്രങ്ങളും ചില സിനിമേനെയൊക്കെ ഇയാൾ ഒന്നും അല്ലാത്ത രീതിയിൽ കയറി വർത്താനം പറയും, മനസ്സിലായി? ഒന്നുമില്ല, ഇയാൾ സിനിമ പോലും ലാലേട്ടനെ കാണില്ല, ചുമ്മാ കയറിയിരുന്നിട്ട് അടിക്കും. അങ്ങനത്തെ ഗുണങ്ങൾ കേൾക്കുമ്പോൾ
പാണ്ടാണെന്ന് കേട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൂടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ലാലേട്ടൻ ഫാൻസ് ആണെന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ. എന്താണെങ്കിലും ചെകുത്താൻ തന്നെ വന്ന് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് അതൊന്നും നോക്കാം. ഞങ്ങൾ ടോൾ തട്ടുകടയില്ലേ എടപ്പള്ളിയിൽ, അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. അപ്പോഴാണ് ഒരുത്തനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സെൻട്രിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ തോന്നി. ഒരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നു, നീ അല്ലേ ചെകുത്താനല്ലേ, നമുക്കൊരു സിഗരറ്റ് വലിക്കാം, നീ മോഹൻലാലിനെതിരെ വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയുന്ന പോലെ പറയുന്നത്. അപ്പോൾ ഇവന് ഇങ്ങനെ ഉന്തുന്നൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി, എന്തോ ഉടക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്നിട്ട് ഇവൻ്റെ കൂട്ടുകാർ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത്, ദേടാ ഇവനിവിടെ വന്നു, ഇങ്ങ് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഒന്ന് രണ്ട് പേര് വന്നു. അപ്പോൾ ഇവന്മാരുടെ ഒരു ഇത് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ നടന്ന് ആ കടയിലോട്ടം കയറുകയാണെങ്കിൽ കുഴപ്പം ഒഴിവാക്കാമല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ ഈ ഫുട്പാത്തിൽ നിന്ന് കയറി അങ്ങോട്ട് വരുമ്പോൾ ഇവൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി ഇവിടെ ഇട്ട്. ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെയും കൂടെ ചേർത്താണത് കിട്ടിയത്, അല്ലെങ്കിൽ അത് തലക്കിട്ട് അവൻ ഇടിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാർ പിടിച്ച് മാറ്റുന്നുണ്ട്. അവിടെ സീൻ അങ്ങനെ ആയപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു. അപ്പോൾ 112 വിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ലൈനിൽ പോലീസുകാരുണ്ട്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോലീസുകാർ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ പോയി അഡ്മിറ്റായി, എനിക്ക് ഇത് ഉള്ളതുകൊണ്ട്. അവർ പറഞ്ഞ് അഡ്മിറ്റ് ആയിക്കോളാനും പറഞ്ഞു പോലീസുകാർ. അപ്പം ഞാൻ പോയി അഡ്മിറ്റ് ആകാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ നമ്മളെ ഫോളോ ചെയ്ത് അവിടെ ഉണ്ട്. അവിടെ വന്ന് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കച്ചറ ഇവരെല്ലാം. ഇതെല്ലാം ഉറപ്പായിട്ടും ഏതോ തൂഫാൻ കേസാ. തൂഫാൻ കേസാ? അല്ല, കുറച്ച് കാലമായിട്ട് മൈക്കും പിടിച്ച് തൂഫാനെതിരെ പറഞ്ഞ് നടന്നിരുന്ന ആളാ. ഏത് അയക്കാൻ വരാ? ഈ താടിയിൽ പൊട്ടി ഗുരുതര പരിക്കെന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണോ ഈ പുട്ടുകുറ്റിന്ന് പുട്ടു പോകുന്നതിൽ നിൽക്കുന്നത്? ആകെ മൊത്തം ഒരു ക്ലാരിറ്റി കുറവുണ്ട്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കാം, ചെകുത്താനെ കണ്ട സമയത്ത് ആ ഒരു ലഹരി തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഓപ്പോസിറ്റുള്ളവർ. അപ്പോൾ ആ ഒരു ലഹരിയുടെ ഇതിൽ കിക്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവനെ കണ്ടു എന്ന് പറഞ്ഞു ആ ഒരു ഹൈ ഇതിൽ നിൽക്കുന്ന സമയത്ത് ഇയാളെ കണ്ടപ്പോൾ ചൊറിഞ്ഞ് എടുത്ത് പൊട്ടിച്ചതായിരിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ ഈ തൂഫാൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. തൂഫാൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ അടുത്ത് പോലും ലാലേട്ടനിട്ട് ഒടുക്കത്ത കൊണയാണ് ഇയാൾ അടിച്ചുകൊണ്ടിരുന്നത്. ഈ ദൃശ്യം 3ൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ മേ ബി അതിനുള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ദൃശ്യം 3ൻ്റെ ഇയാൾ സീരിയസ് പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, സിനിമ പോലും കണ്ടിട്ടില്ല. എന്നിട്ട് ചുമ്മാ ഇരുന്ന് കടകടകടയെന്ന് പറഞ്ഞ് വാട്ടവർ സിനിമ എങ്ങനെയോ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഇത് കാണണ്ടേ, ഒരു ബേസിക് സാധനമല്ലേ ഇത്. അത് ചെയ്യില്ല. മോഹൻലാലിൻ്റെ കേസിൽ ഇവന് ഇതൊന്നുമില്ല, ഈ ചെകുത്താൻ ഇങ്ങനത്തെ സാധനമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മോഹൻലാലിനെ പറഞ്ഞതുകൊണ്ടുള്ള സ്കീമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ ലാലേട്ടനൊന്നും വെറുതെ വിടാറുമില്ല, അത്യാവശ്യത്തിൽ കൂടുതൽ കയറി ചൊറിയാറുണ്ട്. നിങ്ങൾക്ക് ഒരു സംഗതി ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് തരാം. ദൃശ്യം 3ൻ്റെ സമയത്ത് ഈ ചങ്ങായി പറഞ്ഞതും ഇപ്പം റീസെൻ്റ്ലി ലാലേട്ടൻ്റെ ഒരു ഡാൻസും സാധനമൊക്കെ ഒന്നുമില്ല സ്റ്റേജ് പ്രോഗ്രാമിന് സാനി അയ്യപ്പനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സാധനത്തിനൊക്കെ ഈ ചങ്ങായി ട്രോളുന്ന ഒരു രീതി നോക്കണേ. ദൃശ്യം സീരിയലിലെ 3ാം ഭാഗം 3ാമത്തെ എപ്പിസോഡ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ല സീരിയലാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ സീരിയലാണ്. ട്രെയിലറിൽ പോലും സീരിയലാവുമ്പോൾ സിനിമ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരൊക്കെ ചെന്ന് സിനിമ കണ്ടിട്ടുണ്ടെന്നും അവരിൽ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അധികം പേര് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ സീരിയലായിട്ട് തന്നെ തുടരുന്നു. പിന്നെ പൊക്കി പറയാൻ കുറച്ച് ഫാൻസുകാരെയും കുറച്ച് മീഡിയക്കാരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് റിവ്യൂസൊക്കെ കണ്ടാൽ മനസ്സിലാവും. തിയേറ്റർ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞ് നിന്ന് പല ചാനലുകാരും മേടിച്ച പൈസയുടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ മൊത്തത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ദൃശ്യം 1 കണ്ടിട്ടില്ല, 2 കണ്ടിട്ടില്ല, ഇതൊന്നും കാണാൻ പോകുന്നില്ല. മോഹൻലാലിൻ്റെ പടം പൊതുവെ കാണാറില്ല. കാരണം മോഹൻലാലിന് അങ്ങനത്തെ ഒരു അവസ്ഥയെപ്പെട്ടിരിക്കുന്ന ഒരു നടനായതുകൊണ്ട് മോഹൻലാലാണ് സിനിമയിൽ അഭിനയിക്കുന്നതെങ്കിൽ കാണത്തില്ല എന്നുള്ള ഒറ്റ തീരുമാനമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. മമ്മൂട്ടിയുടെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ വളരെ കുറച്ച് സിനിമകളെ കാണാറുള്ളൂ. സിനിമ തന്നെ മൊത്തത്തിൽ മലയാളം പടം കാണുന്നത് മഹാ അബദ്ധം ആയതുകൊണ്ട് അങ്ങനെ മലയാളം പടം കാണൽ കുറവായിരുന്നു. പിന്നെ മൊത്തത്തിൽ സിനിമ കാഴ്ചയൊക്കെ നിർത്തി. എന്ത് കാര്യത്തിന് ഈ സിനിമയെ കണ്ടിരിക്കുന്നതെന്നൊരു തോന്നൽ വന്ന്. മോഹൻലാലിൻ്റെയൊക്കെ ദൃശ്യമൊക്കെ പോയി ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുക. ദൃശ്യം 3 എന്നൊക്കെ പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. കൂതറ പടമാണ്. നാട്ടുകാർ കണ്ടവർ മൊത്തം പറയുന്നുണ്ട്. എല്ലാവരും പോയി എന്തെങ്കിലും പിച്ചക്കാശ് കൊടുക്കുന്ന പോലെ എങ്കിലും വല്ലതും വിട്ടു കൊടുക്കുക. ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ ഓൺലൈനിൽ മുഴുവൻ ഇരുന്നുകൊണ്ട് ദൃശ്യം 3 ഭയങ്കര ഹിറ്റാണ്, ഭയങ്കര സിനിമയാണ് എന്ന് പറഞ്ഞ് കൂലിക്ക് ആളെ ഇരുത്തി നക്കാപ്പിച്ച മേടിച്ച് ഏതാണ്ടൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ഗതികെട്ടവന്മാരെ കൊണ്ട് പടം ഭയങ്കര സൂപ്പറാന്ന് പറയുന്നുണ്ട്.
മാത്രം പരസ്യം ഇങ്ങനെ തള്ളി കയറി വന്നുകൊണ്ടിരിക്കുക. തിയേറ്റർ ഫുള്ളാണ്, തിയേറ്ററിനകത്ത് അങ്ങ് ഇരിക്കാൻ സ്ഥലമില്ല, എല്ലാവരും നിന്നൊക്കെയാണ് കണ്ടത്, നിന്നൊക്കെ യാത്ര ചെയ്യത്തില്ലേ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ തിരക്ക് കൂടുമ്പോൾ എന്ന് പറഞ്ഞ പോലെ എന്നൊക്കെ പറയുക. ആരെങ്കിലും എന്തെങ്കിലും ഈ പിച്ചക്കാർക്ക് കൊടുക്കാൻ പൈസ വെച്ചിട്ടുണ്ടെങ്കിലും പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന പോലെ കൊണ്ട് കൊടുക്കുക, തിയേറ്ററിലൊക്കെ കയറി ഇരുന്ന് കൊടുക്കുക. ശല്യം കൊണ്ടാ സഹിക്കാൻ മേല. ഇങ്ങനത്തെ ഒരു പടം പൊട്ടി എന്ന് പറഞ്ഞാലും ഇവന്മാരെ കൊണ്ട് എഴുതിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുക, പിന്നെ കുറെ തുരിഞ്ഞ റിവ്യൂ ഇടിക്കുക. ഭയങ്കര സിനിമയാണ്. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടിട്ട് വന്നിട്ട് അവൻ പറയാം എന്തൊരു കഷ്ടമായി പോയെന്ന് അറിയത്തില്ല, കയറിയും പോയി കണ്ടും പോയെന്ന്. അതൊരു അവസ്ഥയാണ് ഈ കണ്ടു പോവുക എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ പൈസ പോകുന്നതല്ല ശരിക്കും ആൾക്കാരുടെ പ്രശ്നം. ഇത്രയും നേരം കളഞ്ഞു, അവർ ആ അളിഞ്ഞതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ആലോചിച്ചേക്ക്, നമ്മുടെ സമയത്തിന് ആണ് വാല്യൂ ശരിക്കും. മാത്രമല്ല നമ്മൾ ആ സമയം എന്ത് ചെയ്യുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഈ നാട്ടുകാർക്കുള്ള പകുതി സ്ട്രെസ് ഇവരുണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. മോഹൻലാലിന്റെ ഡാൻസ് വന്നിട്ടുണ്ട്, വളരെ രസകരമായിട്ടുണ്ട്. കാണിക്കുന്നത് കണ്ടോ? ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും പറയുന്നത് സൂപ്പർ ഡാൻസ് ആണെന്നാ പറയുന്നത്. ഇതെന്തത് ഷൂ കാണാനില്ലാത്തൊരാൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറെ സ്റ്റെപ്സ് എന്നുള്ളതിനപ്പുറത്തോട്ട് വലിയ ഇത് കാണുന്നേ ഓരോ സ്റ്റെപ്പ് കോമഡിയാടാ. ഇതിന്റെ അടുത്തത് ഇത് തന്നെ, അടുത്ത നോക്കട്ടെ തന്നെ തട്ടി പൊണ്ണ് കുണ്ടിക്കൂടാണ്ട് തീ പോയോ ഇവിടുന്ന്. അതാ സാധനം. ഇത് കണ്ടോ? ഇത് നോക്കി, ഇത് കണ്ടോണേ, കണ്ടോ? നെഞ്ചത്ത് കെട്ടുമ്പോ അയ്യോ അത് എന്ത് പോയോ, കറങ്ങി അടുത്ത സ്റ്റെപ്പാ കറങ്ങിട്ടേ. കേട്ടല്ലോ, ഇതാണൊരു ലൈന്, മനസ്സിലായില്ലേ? മോഹൻലാൽ എന്ന് പറഞ്ഞ ആ വ്യക്തി അയാൾ പേഴ്സണൽ ലൈഫിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനെ നിങ്ങൾ പറ. ഇത് ഇയാളുടെ ഈ വർക്കിൽ ഓക്കെ, ഇനി പൊട്ട സിനിമയാണെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടെങ്കിലും പറ. അതില്ല, ചുമ്മാ വരുന്ന വഴിക്കും പോണ വഴിക്കൊക്കെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ഒരാളെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള മൂഡിൽ മാത്രം സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മോഹൻലാലുമായിട്ടുള്ള ഒരു എന്താ പറയുക, വർഷങ്ങളായിട്ട് ഇയാളുടെ ഈ ഒരു കോണം ഇങ്ങനെയാണ്. അപ്പോൾ അത് മുതലെടുത്തിട്ട് തന്നെ ആയിരിക്കാം ഈ വന്നവർ ഒന്ന് കൊട്ടിയിട്ട് പോയത്. അപ്പോൾ ഇതിന് ബാക്കി കാണാം. ഈ ചങ്ങായി വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്, സംശയങ്ങൾ. മനസ്സിലായി? അല്ലാതെ ഇവർ നോർമലല്ല, വളരെ അബ്നോർമൽ ബിഹേവിയർ. അവന് പറയുന്ന ഒന്നും കിട്ടുന്നില്ല, തോന്നിയ പോലെ വർത്താനം പറയുക. ചുമ്മാ അല്ല, ഈ പബ്ലിക് പ്ലേസ് വെച്ച് ഇത്രയും വയലൻ്റ് ആയിട്ടൊന്നും ആരെയും ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തൂഫാൻ വാരിയർ, മോഹൻലാലിൻ്റെ ആരാധകൻ തൂഫാനായിട്ട് വന്ന സീനായത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ആരെയും ഇവർ പോലീസുകാർ പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതും ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്ന ലഹരിക്കടിമയായ പിള്ളേരൊക്കെ ഇതുവഴി അലഞ്ഞിരിഞ്ഞ് പ്രശ്നങ്ങൾ കൂടുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പലയിടത്തും പല പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുപോലത്തെ എന്തോ ഐറ്റം ചെയ്തു, അല്ലാതെ അടുത്തൊന്നും അങ്ങനെ മോഹൻലാലിനെ വിമർശിച്ച് വീഡിയോസ് ഒന്നും ചെയ്തില്ല അല്ലേ? അടുത്ത കാലത്തൊന്നും അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ല. ഇവർ ഇതിങ്ങനെ പറയുന്നുണ്ടെന്നുള്ളതാണ്, മനസ്സിലായില്ലേ? ഇവന് ചിലപ്പോൾ പഴയ വീഡിയോ എല്ലാം കണ്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർ അതുകൂടാതെ ഇവന്മാർ ഈ എടപ്പള്ളി വെച്ച് ഇതുപോലെ വണ്ടിക്കകത്ത് പോകുന്ന വഴിക്ക് എന്തോ കാണിച്ചിട്ട് അലറിക്കൂയൊക്കെ പോകുന്നുണ്ടാകുന്നു. അപ്പോൾ സംഗതി അവിടുന്ന് തുടങ്ങിയ വിഷയമല്ല, ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എടപ്പള്ളി മുതൽ അലറി വിളിച്ച് പോകുന്നുണ്ട്, വേറെ എവിടുന്നോ ഇവർ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയിൽ കൂടി മൂപ്പരടിച്ചൊരടി കണ്ട. തൂഫാൻ വാരിയറായ മോഹൻലാലിൻ്റെ വാരിയറാണ് ഈ വന്ന് കാണിച്ചത്. പിന്നെ ലഹരി അടിച്ചിട്ട് ഇവിടെ പിള്ളേരുടെ മറ്റേ കൂത്താട്ടം അഴിഞ്ഞാട്ടം കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലല്ലോ മോനെ പറഞ്ഞിരുന്നേ. ഈ തൂഫാൻ തുടങ്ങിയത് മുതൽ മൈക്കും പിടിച്ച് നാട്ടുകാരെടുത്തും വീഡിയോയിലിരുന്ന് അഭിപ്രായം പറയുമ്പോൾ പറഞ്ഞിരുന്നത് എന്താ? ലഹരി ഉപയോഗിക്കുന്നവർ നമ്മൾ തലോടണം, അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, അവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം, നമ്മൾ എന്തിനവരെ പിടിക്കുന്നു, അവരുടെ വീഡിയോ നമ്മൾ എന്തിനെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു, ലഹരി അടിക്കുന്നവരെ നമ്മൾ അങ്ങനെ ട്രോമറ്റൈസ്ഡ് ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ഈ പോലീസും മീഡിയ ഒക്കെ പാടെ കൂടി ഇവരെ ഫേസ് പുറത്ത് റിവീൽ ചെയ്ത് ഇവരാകെ പെട്ടുപോയില്ലേ? അവരെ രക്ഷിക്കണ്ടേ? എടാ എന്തിനാ കേസ് കൊടുത്തേ? എന്തിനാ മറ്റേ ഇവർ പുക വലിക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് സൈഡിൽ വെച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഫ്രണ്ട് എടുത്ത വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട്. എന്നെ തല്ലി, അതൊരു തൂഫാൻ അടിച്ചവനാണ് അവൻ. ഈ തൂഫാൻ്റെ അവസാനത്തെ കണ്ണി മാത്രമാണ്. അവന് ലഹരി ആരൊക്കെയോ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാവം ഇതിലൊരു വിക്റ്റിമാണ്. ഞാൻ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൂടായിരുന്നില്ല? കേസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ അവന്. അല്ലെന്താ പറയുക, ഒരു സൈഡിൽ അപാര കൊണയാണ്. ഏത് കഞ്ചാവ് ലീഗലാക്കണം, അല്ലെങ്കിൽ തൂഫാനെതിരെ സംസാരിക്കണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഒരു കിഴുക്ക് തലക്കിട്ട് കിട്ടി. ഈറ്റങ്ങൾ അടിച്ച് ലഹരി അടിച്ച് മെക്കെട്ട് കയറാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ മനസ്സിലായോ എന്താണ് തൂഫാൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ?
ഇവിടെ ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഓക്കെ, ഇവിടെ ഇനി പൊക്കും, സിസ്റ്റം സ്ട്രോങ് ആയി എന്നുള്ളത് അറിയിച്ചാൽ തന്നെ കുറേയൊക്കെ കുന്തളിപ്പ് തീരും. മനസ്സിലായോ? അപ്പോൾ അതിനും കയറിയിട്ട് ഈ ചെങ്ങായി ഒരു മുഴുത്ത കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ സീൻ ചെയ്യാൻ പറഞ്ഞത്, ഈ ചെങ്ങായി മുഴുത്ത കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഈ സർക്കാരിനെ ഒന്ന് താത്തി പറയണം, കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ കഞ്ചാവിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യണം. ഇതാണ് മൂപ്പര മൊത്തത്തിലുള്ള സെറ്റപ്പ്. എന്നിട്ട് ലാസ്റ്റ് എന്തായി, ഈ തൂഫാൻ അടിച്ച ഏതോ ഒരുത്തൻ തന്നെ വന്നിട്ട് തലയ്ക്ക് തൂഫാൻ അടിച്ചിട്ട് പോയപ്പോൾ ഇപ്പം കിടന്ന് പറയുക, അയ്യോ സൊസൈറ്റിയിൽ അപ്പോൾ ഈ ഇത് അടിച്ച് നടക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടല്ലേ. ഇത് പബ്ലിക്കിൽ പോയി ചോദിച്ച ചോദ്യവും ഇയാൾ കൊടുക്കുന്ന ആൻസറൊക്കെ കേട്ടോണ്ട് ഇവരിപ്പോ ഈ ഡ്രഗ്സ് പിടിച്ചു എന്ന് പറയത്തില്ലേ, ആ പിടിക്കുന്ന പ്രതികളെയൊക്കെ താൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അവര് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണോ അതോ ഒരു പൂർ ആയിട്ടുള്ള ആൾക്കാരാണോ? ഭയങ്കര സാധാരണക്കാരാണ് കുറേയും കണ്ടേക്കുന്നത്. അതായത് ഇവരുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ ടെലികാസ്റ്റ് മറ്റേ ടിവിയിലും അല്ലാത്ത ചാനലിലൊക്കെ കാണിക്കുന്നതെല്ലാം പാവപ്പെട്ട ആൾക്കാരല്ലേ? അതെ, പാവപ്പെട്ട ആൾക്കാർ. അവർക്ക് ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു രീതിയിലോട്ട് മാറുന്നത്. അതെ, അൺഎംപ്ലോയ്മെന്റ് കൊണ്ടായിരിക്കാം. അൺഎംപ്ലോയ്മെന്റ് മാത്രമല്ല അതിനൊരു കാരണം, ഇയാള് എങ്ങനെയോ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിരുന്നിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഡ്രഗ്സ് അടിക്കാൻ പൈസ ഇല്ലാതായി കാണും. കാരണം അത് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത് മാത്രമാവും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു രീതിയിലോട്ട് മാറി. അങ്ങനെ അയാള് ഒരു അഡിക്റ്റ് പ്ലസ് ഡീലർ പോലാവും, പുഷർ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ആയ ഒരാളെ ഇവരിങ്ങനെ പിടിക്കുമ്പോ ഈ വീഡിയോ എടുത്തിടുന്നത് ശരിയാണോ? അല്ല, അത് വളരെ മോശമായ അഭിപ്രായമാണ് എനിക്കതിൽ. കാരണം അവര് ഒരു നിവൃത്തി ഇല്ലാത്തവരല്ല, അവർക്ക് അങ്ങനെ അവിടെ പെട്ട അവര് ഒരു വ്യക്തിമാണ് ശരിക്കും അല്ലേ? അതെ അതെ. ഇത് ഈ പറയുന്ന ഒരു വ്യക്തി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് നമ്മളെപ്പോലൊക്കെ തന്നെ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ കയ്യിൽ എങ്ങനെയോ ഈ സാധനം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമോ അവരുടെ അവൈലബിലിറ്റി ഉണ്ടായത് കൊണ്ട് അയാൾ അടിച്ച്, അല്ല ഇയാൾക്ക് ഒരു ടെൻഡൻസി ഉള്ള ആളായിരിക്കും. അയാൾ ചിലപ്പോൾ സൈക്യാട്രിക് ഡിസോർഡേഴ്സോ അല്ല എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ളപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സാധനം അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെ എത്താനുണ്ടായ കാരണക്കാർ ശരിക്കും ആരാ? അത് നമ്മളൊക്കെ തന്നെ. അവർക്ക് ജോലി വേണം. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ ഇതിലോ ഇപ്പൊ ഡ്രഗ്സിന്റെ ഇതിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ യൂസിങ് ഓക്കെ, അത് കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷെ സെയിം സംഭവം തന്നെ നമുക്ക് ഒന്നും പൈസ ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ സെയിം സാധനം നമ്മത് പൈസ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് യൂസ് ചെയ്ത് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമായാൽ അതിന് പൈസ ഉള്ള ഒത്തിരി വീട്ടിലെ പിള്ളേർക്കും ഇങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അബദ്ധം പറ്റുന്നതല്ല ശരിക്കും, അതിനെക്കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻ എനിക്കുണ്ട്. പക്ഷെ തൽക്കാലം ഞാനത് പറയാത്ത ഒത്തിരി നീണ്ടുപോകും. അപ്പം അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ആകെ ഉള്ളൊരു മാർഗം ഡി അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും എന്താ പറയാ റീഹാബിലിറ്റേഷനൊക്കെയാ. അത് കൊടുക്കാതെ ഒരു കേസ് പ്രതിയാക്കിയത് കൊണ്ട് മാത്രം അവര് നന്നാവാൻ പോകുന്നില്ല. പിന്നെ ഇത് തന്നെയാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇവര് പറയുന്നത് എങ്ങനെയാ, ഇപ്പൊ ഈ ഇങ്ങനെ ഒരു കേസിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് മാധ്യമങ്ങളിൽ ഇട്ട് നാറ്റിക്കുക, കേസിൽ കുടിക്കുക, അവനെ ഉപദ്രവിക്കുക, അവനെ നാറ്റിച്ച് കൈ കൊടുക്കുക, അവൻ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും പിന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര തെറ്റായിട്ടാണ് തോന്നുന്നത്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാവങ്ങളെ പിടിച്ചു കഴിയുമ്പോൾ അവരെ പിടിച്ച് വീഡിയോ നിർത്തുന്നത് ശരിയല്ലല്ലോ. അല്ല, കാരണം അവർക്ക് ഇനി ഇതിനകത്തുനിന്ന് നിർത്തി പോയാൽ പോലും അവർക്ക് പേരുദോഷം ബാക്കി നിൽക്കും. ഇരിക്കാനുള്ള 2-3 സാധ്യതകളുണ്ട്. ഒന്ന്, അയാൾ ഒരിക്കലും ഇതിനകത്തുനിന്ന് മാറാതെ അയാൾ എവിടെ ചെന്നാൽ അയാളെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ജഡ്ജ് ചെയ്യും, അയാൾക്ക് ജോലി കിട്ടത്തില്ല, ചിലർ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലർ ഡിപ്രഷനിൽ പോകാൻ സാധ്യതയുണ്ട്, അവരുടെ കുടുംബക്കാർക്ക് കണക്കിടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത്രയും എന്താ പറയുക ഒട്ടും ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഇല്ലാത്ത രീതിയിൽ പോലീസും മീഡിയയും കൂടെ ഇങ്ങനെയുള്ളവരെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് നാറ്റിക്കുന്ന പരിപാടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു വിക്റ്റിമാണ് ചെകുത്താനെ തല്ലിയത്. ആ തല്ലിയ വിക്റ്റിമിനൊരു സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്, സൈക്യാട്രിക് ഇഷ്യൂ ഉണ്ട്. എന്തൊക്കെയോ ജീവിത സാഹചര്യങ്ങൾ കാരണം, അൺഎംപ്ലോയ്മെൻറ്റ് കാരണം ആ പാവത്തിൻ്റെ കയ്യിൽ ഈ ലഹരി എത്തി അയാൾ തൂഫാനായതാണ്. ഞാൻ എന്നാൽ പാവത്തിനെതിരെ കേസ് കൊടുക്കാതിരിക്കട്ടെ എന്ന് തോന്നിയ. ഇവിടെ തൂഫാൻ പ്രൊജക്റ്റ് തുടങ്ങിയത് മുതൽ ഈ ചെങ്ങായി ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ പിടിക്കുന്നവരെ പുറത്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് ഇവരെ മാത്രം പിടിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ സാധനങ്ങൾ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. സ്വന്തം കാര്യത്തിൽ തൂഫാൻ അടിച്ച് ഏതോ ഒരുത്തൻ തലമണ്ടയ്ക്ക് ഇട്ട് കൊട്ടിപ്പോയപ്പോൾ ഇപ്പം ബുദ്ധി ഉദിച്ചാ അല്ല ഇപ്പം എവിടുന്നും ഇല്ലാത്ത ഒരുമാതിരി ഇതൊക്കെ വന്നല്ലോ. പിന്നെ ഞങ്ങൾക്കൊരു പ്രാവശ്യം കഴിഞ്ഞ മാസം ഈ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ആ കയറുന്ന വഴിക്ക് ഇടത്ത് ഈ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ ഇതേപോലെ തന്നെ ഒരു വണ്ടിക്കകത്ത് ഒരു പയ്യനിരുന്ന് വീഡിയോ എടുത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. നീ അല്ലടാ ചേർത്താൻ, നിന്നെ കണ്ടോളടാ കാണിച്ചോളടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഇവർ തന്നെയാണെന്നാണ് എനിക്ക് സംശയം. കാരണം കാറും ആളെയും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അത് ശരി. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് ലാലേട്ടൻ ഫാൻസ് വന്നിട്ട് കൊട്ടിയിട്ട് പോയതല്ല. എപ്പിസോഡ് മുന്നേ കുറേ ഉണ്ട്.
ഇനിയിപ്പോൾ അവിടെ എന്ത് നടന്നാവോ കല്ലൂർ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ആ ചെക്കൻ ഇപ്പോൾ ചെകുത്താൻ പറഞ്ഞ നോട്ട് ചെയ്യണം, ആ ചെക്കൻ വരെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് റീസണിൻ്റെ മുകളിലാണ് അത് സംഭവിച്ചത്? ഇവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ പുറത്തുനിന്ന് വീഡിയോ എടുത്ത് ഇവർ തെറി പറയേണ്ടി ചീത്ത പറയേണ്ട ആവശ്യം എന്താ ഉള്ളത്? അപ്പോൾ അവിടെ എന്താണ് സിനാരിയോ, സിറ്റുവേഷൻ എന്താണ്? ചെകുത്താൻ പറയുന്നത് ഇവൻ തന്നെയാണ് അവൻ, അന്ന് കാറിൽ കല്ലൂർ സ്റ്റേഡിയത്തിന് മുന്നിൽ കച്ചറ ഉണ്ടാക്കിയവൻ തന്നെയാണ് ഇവൻ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് മോഹൻലാലിൻ്റെ വീഡിയോ ഇട്ടതിന് മോഹൻലാൽ ഫാൻസ് ഇറങ്ങി പിടിച്ച് തല്ലി, നോ, ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെയാണ് തോന്നുന്നില്ല. ഓക്കെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പറഞ്ഞത്? മോഹൻലാലിന്റെ ആരാധകർ എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രതീക്ഷിക്കാനും പറ്റും. ഇവർ അതിൽ കൂടുതൽ ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ മാനസികമായ ഒരു പക്വതയൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇവന്മാർ വല്ല ഡ്രഗ് അബ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമം നടക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ, അതുറപ്പാണ്. ഇപ്പം എന്ത് ചോദിച്ചേ? പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടികൾ? എന്താ, കേസ് ഇട്ടിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ, അവർ വന്ന വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ അഡ്രസ്സ് അടക്കം കൊടുത്തിട്ടായിരിക്കും ഇവൻ മെഡിക്കൽ കോളേജിൽ എനിക്കെതിരെ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവൻ്റെ അഡ്രസ്സും പേരും കൊടുത്തിട്ട് അവൻ ടോക്കണും എടുത്തു. അവൻ അകത്ത് വന്ന് ഡോക്ടറോട് പറഞ്ഞു ഞാൻ അവൻ എന്തോ ചവിട്ടിയെന്നോ തൊഴിച്ചെന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് ഉണ്ടാക്കാൻ നോക്കി. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഇവൻ്റെയൊക്കെ മെഡിക്കൽ എടുക്കണം, ഇവരെന്ത് പ്രശ്നം, ഇത് എന്തോ അടിച്ചേക്കെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഇവർ ഇവിടെ കിടന്ന് വീണ്ടും അഭ്യാസം കാണിക്കുക, നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിന്നെ കാണിച്ചു തരാം, നീ അങ്ങോട്ട് ഇറങ്ങണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഉടനെ ഞാനിത് പറഞ്ഞപ്പോൾ ഇതും കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവന്മാരിറങ്ങി മുങ്ങിക്കളഞ്ഞ അവിടെ നിന്ന്. പോലീസ് അപ്പോഴത്തേക്കിനും വന്നപ്പോഴത്തേക്കിനും ഇവർ പോയി. അവരങ്ങനെ അവിടെ നിന്ന് അബ്സ്കൗണ്ടായി. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു ഈ പേഷ്യൻറ്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്താൽ അവനെങ്ങനെ എൻ്റെ അനുവാദം ഇല്ലാതെ പോയെന്ന് ചോദിച്ചിട്ട് അബ്സ്കൗണ്ടായെന്ന് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞു. അപ്പോൾ അവൻ്റെ പരാതി എടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവർ എന്തൊക്കെയോ കാണിക്കും. മാത്രമല്ല അവിടെ കിടന്നൊരു അലമ്പുണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ വിഷ്വലുണ്ട്, CCTV വിഷ്വൽ എടുത്താൽ കിട്ടും, ആളെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടോൾ തട്ടുകടയിലെ വിഷ്വലുണ്ടാവും, അതും അവർക്ക് പോലീസിനെടുത്ത് ഈസിയായിട്ട് കണ്ടുപിടിക്കാനേ ഉള്ളൂ ഇവരാരാന്നൊക്കെ. വളരെ സിമ്പിളാണ്. അഡ്രസ്സും വണ്ടിയുടെ നമ്പറും ആളുടെ വീഡിയോയും ഈ രണ്ട് CCTVയിലും ഉണ്ടാവും. ഇലക്ഷൻ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വീഡിയോസിനകത്ത് കമൻറ്റ് വരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പലരും. അതിനു മുമ്പ് ഇതുവരെ ഞാനത് ഇന്നലെ പറയുകയും ചെയ്തു. ഞാൻ പോലീസിനോട് ഞാൻ പറഞ്ഞിരുന്നത് എനിക്കങ്ങനെ ഒരു സംശയം. കാരണം ഇത്രയും വർഷമായിട്ട് ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് 8 വർഷമായി. ഈ കഴിഞ്ഞൊരു 6 മാസമായിട്ട് കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്താ കമൻറ്റിലാണെങ്കിലും നിന്നെ അങ്ങനെ ആക്കൂടെ ഇങ്ങനെ ആക്കണം എന്ന് വെച്ചിട്ട് ഇവരിത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഡിലീറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെയും കുറേ കമൻറ്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇവർ തന്നെയാണോ കമൻറ്റ് ഇട്ടേക്കുന്നത്? നമ്മൾ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല. 16-ാം തീയതി നടന്നപ്പോൾ 17-ാം തീയതി കമൻറ്റ്സ് കുറേ എണ്ണം ഡിലീറ്റ് ആക്കിയേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാധനം ഇല്ല. മനസ്സിലായോ? മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ഇമാർ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കണ്ടപ്പോഴും അവർ നമ്മളെ സ്കെച്ചിട്ട പോലെ വന്ന് നിൽക്കത്തില്ലേ, അങ്ങനെ അവർ നിൽക്കുന്നത്. അല്ലാതെ അവർ യാദൃശ്യമായിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കണ്ടിട്ട് വന്നൊന്നും ചെയ്യുന്നൊന്നുമല്ല. അത് അവന്മാർക്ക് അടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവർക്ക് ഇറങ്ങി നിന്നാണ്. അപ്പോൾ ഇവൻ അവിടെ നിൽക്കുന്നു, മറ്റൊരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഇവരാണ് 3 സ്ഥലത്തൊക്കെ നിൽക്കുന്നത്. ഞാൻ കടയുടെ അകത്തോട്ട് വരുമ്പോൾ ഒരുത്തൻ അവിടെ നിൽപ്പുണ്ട്. മോഹൻലാലിന്റെ പേര് പറഞ്ഞത് ഒരു കാരണം ഉണ്ടാക്കിയതാണെന്നാണ്. അതും എനിക്കറിയത്തില്ല. ഇവന്മാർ അതും പറയുന്നുണ്ട്, ഇതും എന്തോ പറയുന്നത്. ഇവന്മാർ പറയുന്നത് ഞാൻ മനസ്സിലായി. ആകെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നീ മോഹൻലാൽ ഇനി വരുമോ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം, ഇയാൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം സംഖ്യകളൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ട് പറഞ്ഞതുകൊണ്ട് അങ്ങനൊരു വൈരാഗ്യ ബുദ്ധിയിലുള്ള ഏതെങ്കിലും ഒരു സംഘപരിവാർ ബെൽറ്റിൽപ്പെട്ടവന്മാരാവാം ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മ തമ്പി അണ്ണൻ എന്തെങ്കിലും കാണിച്ചോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ സെറ്റിൽ ആ വിഷയങ്ങളിലൊക്കെ ഇയാളോട് ദേഷ്യമുള്ള അങ്ങോട്ട് കൂറുള്ള ഏതെങ്കിലും ഒരുത്താണ്. കാരണം ഇയാൾ അത്യാവശ്യം വള്ളി പിടിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെയൊക്കെ വീഡിയോസ് വർഷങ്ങൾക്ക് ഒരുപാട് പിന്നിലുള്ളതാണ്. അതിലേതൊക്കെ വിഷയത്തിൽ ആരെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്ന പോലെയാണ്. ഒരടിയോ ഒരു കൊല്ലം ഒരുത്തം വന്നാലോ എവിടുന്നേലും സീൻ പിടിച്ച് വന്നാലും ഇത് ആരുടെ എവിടുന്നിടയിൽ വരുന്നതിന് നമുക്കൊരു പിടുത്തൊരു അന്തം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് ഇത്. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇയാളെ സ്കെച്ച് ചെയ്ത് ഇത് 2 കൊടുക്കാന്നുള്ള രീതിക്ക് ഏതെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ കൊട്ടേഷനായിട്ട് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഈ തൂഫാൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു, ഇവൻ വലിയ ഡയലോഗ് അടിക്കണമല്ലേ, യൂട്യൂബിലൊക്കെ അവിടുന്ന് വലിയ ഡയലോഗ് അടിക്കും, അവനിട്ട് 2 പൊട്ടിക്കാം എന്നുള്ള രീതിക്ക് വന്ന് കയറുന്നവനും ആവാം കേട്ടോ. ഓക്കെ, ബട്ട് എന്താണെങ്കിലും തൂഫാനാണ്. ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഓടിയെന്ന് പറഞ്ഞു. തൂഫാനാണെങ്കിൽ ഈ പറഞ്ഞ ചെകുത്താൻ, അജു അലക്സ്, മൈത്രേൻ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് എങ്ങനെയും ലീഗലാക്കണമെന്നും അല്ലെങ്കിൽ ഇവിടെ ഈ ലഹരി എന്താ പറയുക
കഞ്ചാവിന് ഗ്ലോറിഫൈ ചെയ്യലും അങ്ങനത്തെ ഒക്കെ പരിപാടി കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ ചെകുത്താൻ ഒന്ന് കിട്ടി, ഓക്കെ, അടിച്ച് കിളി വാറിയ ഏതെങ്കിലും ഒരുത്തും പൊട്ടിച്ച് നാളെ ഇവൻ കൊന്നിട്ട് പോയാൽ എന്ത് ചെയ്യും? അല്ല, ഇത് ഞാൻ പറയുമ്പോൾ എന്താ അറിയുമോ, ലഹരി ഏതാണെങ്കിലും ഇപ്പം മദ്യമാണെങ്കിൽ പോലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, ഒരു സർക്കാരിന് ഒഴിവാക്കാൻ പറ്റിയ അത്രയും നല്ലത്. അതിനുള്ള കാശ് വേണ്ട, എത്രയോ കുടുംബങ്ങൾ നൽകുന്നതിന് എത്രയോ മനുഷ്യന്മാരുടെ ജീവൻ പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലഹരി വേണ്ടറി, എന്തിനാണ്? ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഈ സാധനങ്ങളില്ലേ, അതിന് റവന്യൂ കിട്ടുന്നില്ലേ? ആ രാജ്യങ്ങളിലുള്ളവരെ പോലല്ലോ നമ്മുടെ നാട്ടിലുള്ളവരുടെ മൈൻഡ് സെറ്റ്. ഫോറിൻ കൺട്രിയിൽ ഈ സാധനങ്ങളൊക്കെ ലീഗലാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ ആ ലീഗലാക്കിയ സാധനം അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡിന് ഉപയോഗിച്ച് പോകുന്നു. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം ഇതിൻ്റെ ഒരു ഓവർ ഡോസിൽ പോയിട്ട് അങ്ങനെ ആവുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇത് ഈ സാധനം എങ്ങാനും ഇവിടെ ലീഗലാക്കിയാണ്ടല്ലോ, കള്ളു കുടിച്ച് കാണിക്കുന്നതിൻ്റെയൊക്കെ ഇരട്ടി പരിപാടി കാണിക്കും ഇവന്മാർ. ഇപ്പം ഈ ഞാൻ എഗെയിൻ പറയുന്നു, തൂഫാനാണ് അല്ലെങ്കിൽ ഇവന്മാരെന്തോ അടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾ അപ്പുറത്തെ സൈഡിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഒന്ന് കുറച്ച് നന്നായിരിക്കും. മദ്യമാണോ കഞ്ചാവാണോ കൂടുതൽ ഹാനികരമായിട്ടുള്ളൊരു ഡ്രഗായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? തോന്നിയ കഞ്ചാവാണ്. അതെങ്ങനെ പറയാൻ പറ്റി? എന്ത് കഞ്ചാവാണ്? ഇപ്പം നമുക്ക് മദ്യം 2 അടിച്ചു കഴിഞ്ഞാൽ എന്തുവാ കിറങ്ങി കിടക്കാം. പക്ഷെ കഞ്ചാവ് അങ്ങനെയല്ലല്ലോ. കഞ്ചാവ് എങ്ങനെ പിന്നെ? കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ഇതല്ലേ. ചിലപ്പോ ചിലർക്ക് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് അടിച്ച് എത്ര റോഡിൽ കിടക്കുന്നുണ്ട്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കഞ്ചാവ് അടിച്ചുകൊണ്ട് കഞ്ചാവ് അടിച്ച് പ്രശ്നം ഉണ്ടാക്കി എന്തൊക്കെ തരം പ്രശ്നങ്ങൾ അറിയാവുന്നത്? കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അമ്മേതാ പെങ്ങളേതാ ചില സമയത്ത് തിരിച്ചറിയാൻ പറ്റില്ല. കള്ളിനും ഉണ്ടല്ലോ ഏതാ അങ്ങനെയുള്ള പ്രശ്നം? അത് കണ്ട ചാത്ത സാധനം കള്ള് പിടിച്ചാൽ റോഡിൽ കിടക്കും. ഏതാ റോഡില് അതായിരിക്കാം. അത് കള്ള് പിടിച്ച ആക്സിഡന്റ്സ് കൂടുതലാണ്. കള്ളു പിടിച്ച ആക്സിഡന്റ് കൂടുതലാണ്. അപ്പൊ കള്ളു നിർത്തിയാ പോരെ? അതല്ലേ നിർത്തണ്ടേ? അങ്ങനെ നിർത്തി ഗവൺമെന്റ് പൈസ കിട്ടത്തില്ലല്ലോ. ഗവൺമെന്റ് കഞ്ചാവ് കച്ചവടം ചെയ്താൽ പൈസ കിട്ടുമോ? എന്ത് ഗവൺമെന്റ് കഞ്ചാവാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ പൈസ കിട്ടുമോ? അതറിയത്തില്ല. ഗവൺമെന്റ് പൈസ കിട്ടത്തില്ല. കിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതല്ല ഗവൺമെന്റ് നിർത്തലാക്കുന്നേ. എടോ, ഈ മദ്യം മാറ്റി അടിച്ചാലുള്ള കുഴപ്പം എന്നാണെന്നറിയോ? ചിലപ്പോൾ വിഷമദ്യം ആകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സാധനം നിരോധിക്കുകയൊക്കെ ചെയ്യുന്ന ഈ വാറ്റ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇത് നമുക്ക് അങ്ങനെ കുപ്പിയിലാക്കി സെയിൽ ചെയ്യാൻ പറ്റും. അതേസമയം കഞ്ചാവിനുള്ള കുഴപ്പം എന്ന് വെച്ചാൽ കഞ്ചാവ് ചെടിയാ, എവിടെ നട്ടു വളർത്തിയാലും അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് കൂടാനോ കുറയാനോ സാധ്യതയില്ല. അപ്പൊ ആർക്ക് വേണേ നടാം, ആർക്ക് വേണേ വളർത്താം, ആർക്ക് വേണേ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആശാന് ഈ സംസാരത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, തൂഫാനെതിരെ അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനം ലീഗലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. സ്വന്തം ജീവിതത്തിലേക്ക് ഈ തൂഫാൻ വലിച്ചു കയറ്റി ഒരുത്തം വന്നിട്ട് അടിച്ച് തലമണ്ട പൊട്ടിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് എണ്ണങ്ങൾ ഈ സാധനങ്ങളൊക്കെ അടിച്ചും വലിച്ചും കയറ്റി ഇതേപോലത്തെ മാനസികാവസ്ഥ കൊണ്ട് കടന്ന് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ബലത്തിൽ ഏതെങ്കിലും ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടും കുത്തും തല്ലും എന്നൊക്കെ ഉള്ളത് മനസ്സിലായില്ല. ഇപ്പോഴെങ്കിലും പിടുത്തം കിട്ടിയ ഇനിയെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ പറയുമ്പോഴും ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. സൊസൈറ്റിയിൽ അത്ര നല്ല സാധനങ്ങളൊന്നും അല്ലത്. ഓക്കെ, അപ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെന്തുകൊണ്ട് ലീഗലാക്കിക്കൂടാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇനി ആലോചിച്ച് വെക്കേണ്ട എന്താ വെച്ചാൽ, ഇനി ഇതേപോലെ ഏതെങ്കിലും ഇരുട്ട് വാക്കിന് തൂഫാൻ അടിച്ചവൻ വന്നിട്ട് ചിലപ്പോൾ മെക്കെട്ട് കയറും. മനസ്സിലായില്ലേ? നോർമൽ ബുദ്ധിയിൽ അത്യാവശ്യം വെളിവും ബുദ്ധിയുള്ള ഒരുത്തൻ നോർമലി ഇരിക്കുന്ന സമയത്ത് വരാൻ മടിക്കും. കാരണം അവന് നിയമത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയുമായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നം അടിച്ചാൽ തിരിച്ച് അടി കിട്ടുമോ എന്നുള്ള പേടി ഉണ്ടാവും. അങ്ങനെ പലതും ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അത്രയും റിവെഞ്ച് വേണം ഒരു വ്യക്തിയോട്. പച്ചയ്ക്ക് പോയിട്ട് 2 പൊട്ടിച്ച് തീർത്തിട്ട് പോകാറെന്നുണ്ടെങ്കിൽ ഇതല്ല. ഇത് ഈ ലഹരിയുടെ ഇതിൻ്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യൂട്യൂബർ അജു ചെകുത്താൻ അവൻ്റെ കോണ ഞാൻ നിർത്താം എന്നുള്ള രീതിക്ക് വന്നതായിരിക്കാം. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൊട്ടേഷൻ ആയിരിക്കാം. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെയ്തു വെച്ച വീഡിയോൻ്റെ ബാക്കിയായിരിക്കാം. റീസൺ എന്താണെന്നുള്ള വലിയ പിടുത്തൊന്നുമില്ല. പോലീസുകാർക്ക് എന്തായാലും സാധനങ്ങൾ കൊടുത്തു എന്നല്ലേ പറയുന്നത്. പോലീസുകാർ ഇനി ആളെ കണ്ടുപിടിച്ച് വരുമ്പോഴായിരിക്കാം. ആൻഡ് വേറൊരു കാര്യം, ഇവർക്ക് ആ ദിവസം ഉണ്ടായ വള്ളിയല്ല. ഓക്കെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ടീമുമായിട്ടുള്ളൊരു തോട്ടി വള്ളി ഇവർക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയം എന്താണെങ്കിലും ഈ ചെകുത്താൻ്റെ സംസാരത്തിൽ നിന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ചെകുത്താനെ ഒരു ടീം അടിച്ച ടീം അത്രയും ബുദ്ധിയും ബോധമുള്ളതുകൊണ്ടാണല്ലോ അവർ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ചെകുത്താനെതിരെ ചെകുത്താൻ എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് അവനവിടെ കേസ് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു എന്നാണല്ലോ ചെകുത്താൻ പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം തല്ലുംപിടി ഉണ്ടാക്കുന്ന ടീംസാണ്. മനസ്സിലായി? ചുമ്മാ അങ്ങോട്ട് വന്ന് അങ്ങനത്തെ അല്ല, തല്ലുംപിടി റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന ടീംസാണ്.
പിന്നെ അതൊരു കൊട്ടേഷൻ ആവാൻ ചാൻസും ഇല്ല. കാരണം എന്താ, ഒരു കൊട്ടേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടതോ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചെകുത്താനെ തല്ലിയതിനു ശേഷം ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ എനിക്ക് അടി കിട്ടി, എന്നെ തല്ലിയത് അജു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു കേസ് കൊടുക്കാൻ നിൽക്കില്ല, തല്ലിയിട്ടാണ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ ഐഡൻറ്റിറ്റി റിവീൽ ആവില്ലേ. ഇതിൻ്റെ ബലമായ സംശയം ഞാൻ പറയാമല്ലോ, ഇത് അത്യാവശ്യം കച്ചറുള്ള ടീമായിരിക്കാം, നല്ല രീതിയിൽ തൂഫാൻ ഉപയോഗിക്കുന്ന ടീമായിരിക്കും. അവന്മാർക്ക് ആ തൂഫാൻ്റെ ബലത്തിൽ ചെകുത്താനെ കണ്ടപ്പോൾ മെക്കെട്ട് കയറാൻ തോന്നി, കയറി. അത് കയറാനുള്ള റീസൺ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെകുത്താൻ തന്നെ പഴയ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, റെഗുലറായിട്ട് ഇതേപോലെ തല്ലും പിടി ഉണ്ടാക്കുന്നവന്മാരായതുകൊണ്ട് ഇതിൻ്റെ ലീഗൽ വശങ്ങളും ലൂപ്പ് ഹോൾസ് അറിയുന്നതുകൊണ്ട് ആദ്യം പോയി കേസ് കൊടുക്കുന്നതിൻ്റെ കേസ് എടുക്കും എന്നുള്ളൊരു സംഗതി ഉള്ളതുകൊണ്ടൊക്കെ ആദ്യമേ പോയിട്ട് എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ചെകുത്താനും വന്നു അവിടെ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് ലാലേട്ടൻ ഫാൻസ് മറ്റേ ഇത് ചെകുത്താനെ പോയിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അത് വഴിയില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് മുമ്പേ ലാലേട്ടൻ ഫാൻസ് ഇഷ്ടംപോലെ ലാലേട്ടൻ ഫാൻസ് ഇവനെ കണ്ണെടുത്ത് കണ്ടുവിടാത്തവരുണ്ട്. അവരാരെങ്കിലുമൊക്കെ എന്നോ പോയിട്ടുണ്ടാവും. മനസ്സിലായോ? ലാലേട്ടൻ ഫാൻസ് ഒന്നുമല്ല. ചെകുത്താനെ തല്ലിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആരെങ്കിലും തലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഞങ്ങൾ മോഹൻലാൽ ഫാനാടാ, നീ ലാലേട്ടനെ പറയണം, ഒട്ടും ഒറ്റടി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി നാളെ കാണാം.